ഹായ് ഹലോ നമസ്കാരം. ഞങ്ങളിന്ന് പോകുന്നത് വൈക്കം മൂത്തേടത്ത് കാവിൽ അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് 12 വർഷത്തിലൊരിക്കൽ മാത്രം നടന്നു വരുന്ന വടക്ക് പുറത്ത് ഗുരുതി നടക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ കുറച്ച് ദിവസമായി നടക്കണം. ഗുരുതിക്ക് ഒരു ദിവസം മുന്നെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ചെന്നപ്പം അത്താഴ പൂജയ്ക്ക് വേണ്ടിയിട്ട് നട അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം സ്റ്റേജിൽ അവിടെ കഥകളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അതിനോടനുബന്ധിച്ച് നമുക്ക് തീയാട്ടുണ്ട്. തീയാട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് തീയാട്ട് കാണാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ച് ടൈം കഥകളിയൊക്കെ കണ്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്നേ. കാരണം നട അടച്ചിട്ടേക്കുമല്ലേ, അതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ കഥകളി കണ്ടു. പണ്ട് തൊട്ട് എനിക്ക് കഥകളി ഭയങ്കര ഇഷ്ടമാണ്. കഥയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ലെങ്കിലും കഥകളി ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അതിലെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ കൊട്ടും ആ വേഷവും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതൽ. അതിനുശേഷം ഞങ്ങൾ തെക്ക് വശത്ത് വന്നപ്പോൾ തെക്ക് വശത്ത് കൊടുങ്കാളി അമ്മയുടെ അടുത്ത് ഗുരുതിക്കുള്ള എല്ലാ ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് തെക്ക് വശത്താണ് ഗുരുതി, നാളെയാണ് വടക്ക് വശത്ത് ഗുരുതി വരുന്നത്. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പം ദേവിയുടെ രൂപങ്ങൾ പഞ്ചവർണ്ണത്തിലുള്ള ദേവിയുടെ രൂപം വരച്ചിട്ട് ഈ തീയാട്ടം നടത്തുന്ന ആൾ, അതായത് ആ തിരുമേനി, ആ തന്ത്രിയാണ് ഈ രൂപം മായ്ക്കണത്. കളം ഉച്ച തൊട്ടിട്ട് അതിലെ പൂജകളും താന്ത്രിക കർമ്മവും ഒക്കെ ചെയ്യണത് ഈ തന്ത്രിയാണ്. തീയാട്ട് ചെയ്യുന്ന ഈ തന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അതിനുശേഷം ഈ ഗുരുതി കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ വന്നു കഴിയുമ്പം ഈ കളം മായ്ക്കും. ഈ കളം മായ്ച്ച ആ പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ കളം മായ്ച്ച പ്രസാദം. ഈ പഞ്ചവർണ്ണ കളർ എന്ന് പറയണത് പഞ്ചവർണ്ണം അറിയാമല്ലോ. പഞ്ചവർണ്ണം എന്ന് പറയുന്ന 5 കളറുകളുടെ കൂട്ടുകളാണ് അതിലിട്ടേക്കണത്. നമുക്ക് പഞ്ചലോകങ്ങളായിട്ടും പിന്നെ പഞ്ചഭൂതങ്ങളായിട്ടും അതിനെ നമുക്ക് കാണാം കേട്ടോ. അതിനുശേഷം എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ട്. ഞങ്ങളും പ്രസാദമൊക്കെ വാങ്ങിച്ച് അതിനുശേഷമാണ് ദേവിയുടെ മുന്നിൽ തീയാട്ട് ആരംഭിക്കുന്നത്. തീയാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെ തീയാട്ട് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്തായാലും അത് കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ എന്താ പറയുക, മനസ്സിനും ഭയങ്കര ഒരു എനർജി വന്ന പോലെയായിപ്പോയി. നല്ലൊരു സന്തോഷമുണ്ട്. ഇതെല്ലാവർക്കും പ്രസാദം കൊടുത്തിട്ട് ഈ തന്ത്രി അങ്ങനെ തീയാട്ടെല്ലാം കണ്ട് ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പം സ്റ്റേജിൽ വീണ്ടും കഥകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയും